രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശ്രീബുദ്ധൻ്റെ കഥ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടു കാണും. അറിയാനുള്ളവരത് നോക്കിയാൽ മതി. എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എല്ലാ തിങ്കളാഴ്ചയുമുള്ള നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണേ. നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ചൊവ്വാഴ്ചത്തെ രാധയുടെ പ്രണയം കേൾക്കണം നിങ്ങൾ, അതും വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ അഷ്ടപതി കേൾക്കണം. പിന്നെ വളരെ നിർബന്ധമായിട്ടും വെള്ളിയാഴ്ചത്തെ ധർമ്മപദം നിങ്ങൾ കേട്ടിരിക്കണം. ഗ്രന്ഥങ്ങളുടെ രാജാവാണ്. പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന കഥ കേൾക്കണം. പിന്നെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അതുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കേൾക്കണം. പിന്നെ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ഒരുപാട് പേരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് വല്ലാതെ ഹൃദയസ്പർശിയാണ്, സ്വന്തം ജീവിത കഥ പോലെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുമല്ലോ. അപ്പം നമുക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കിതിൻ്റെ എല്ലാം മുൻപുള്ള ഭാഗങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ബുദ്ധൻ്റെ പ്രാർത്ഥന അറിയാമല്ലോ. ബുദ്ധിസ്റ്റുകൾ പ്രാർത്ഥിക്കുന്നത് ഓം മണി പത്മേ ഹും. അപ്പം ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എൻ്റെ ഒരേ ഒരു ദൈവം രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. ശ്രീബുദ്ധൻ 7ാമത്തെ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം. ബിംബിസാരൻ. ബിംബിസാരൻ്റെ എനിക്ക് പനിയും ജലദോഷവും, നല്ല പനിയും ജലദോഷവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം കാണും. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ബിംബിസാരൻ്റെ കൊട്ടാരത്തിൽ യാഗശാലയിൽ പശുവിനെയും ആടിനെയും ബലി കൊടുക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ദേവപ്രീതിക്കായിട്ട്. ദേവപ്രീതിക്ക് ബലി കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ ആടിനെ കൊല്ലാനായി വാള് ഊങ്ങിയപ്പോൾ ആ നിമിഷം ശ്രീബുദ്ധൻ വന്നിട്ട് പറഞ്ഞു, നിർത്തൂ. അതൊരു അലർച്ചയായിരുന്നു, പക്ഷേ ശാന്തമായ അലർച്ചയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അലർച്ചയിൽ ശാന്തമോ? അതേ, വളരെ ശാന്തതയോടുകൂടി നിർത്തൂ എന്ന് പറയുന്നതിന്, ഉഗ്രകോപത്തോടുകൂടി നിർത്തൂ എന്ന് പറയുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട്. ബുദ്ധൻ പറഞ്ഞു, അരുത്, വെട്ടരുത്, ഒരു ജീവിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ആ കൊല്ലാൻ വേണ്ടി നിർത്തിയിരുന്ന ആടിനെ അഴിച്ചുവിട്ടു. അവിടെ നിന്നവരെല്ലാം സ്തംഭിച്ചു നിൽക്കുകയാണ്. ബിംബിസാര മഹാരാജാവ് നടത്തുന്ന യാഗത്തിൽ വഴി നടന്നു വരുന്ന ഒരു യുവ സന്യാസി ആ യാഗം മുടക്കിയിരിക്കുന്നു. ശിക്ഷ വധശിക്ഷയാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ബിംബിസാരൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ, അതായത് ബുദ്ധൻ പറഞ്ഞു, നോക്കൂ, ഒരു ജീവൻ എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഒരു ജീവിക്ക് ഏറ്റവും പ്രധാനമാണ് ആ ജീവിതം അനുഭവിച്ചു തീർക്കുക എന്നത്. അവിടെ നിന്ന് ബിംബിസാരനോട് ചോദിച്ചു, താങ്കളുടെ ജീവിതം ഇടയ്ക്ക് വെച്ച് നിർത്താൻ താങ്കൾ ആഗ്രഹിക്കുമോ? ഈ കർമ്മം ചെയ്യുന്ന ബ്രാഹ്മണന്റെ ജീവിതം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ, ദേവപ്രീതിപ്പിക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഓരോ ജീവിക്കും അവൻ്റെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ആസ്വാദ്യകരമായ ഒന്നാണ് ആ ജീവിതം. ആ ജീവിതം എടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നോക്കൂ, ഒരു പൂവ്, അത് നമുക്ക് ഇറുത്തെടുക്കാൻ എന്തെളുപ്പമാണ്, തിരിച്ചതിൻ്റെ ഞെട്ടിൽ വയ്ക്കാൻ പറ്റുമോ? ബുദ്ധൻ്റെ ചോദ്യമാണ്. ഒരു പൂ നമുക്ക് പിച്ചിയെടുക്കാൻ എളുപ്പമാണ്, തിരിച്ചാ ഞെട്ടിൽ ഒട്ടിച്ചു വയ്ക്കാൻ കഴിയില്ല. അതുപോലെ ഒരു മനുഷ്യൻ്റെയോ ജീവിയുടെയോ ജീവൻ എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ ജീവിക്ക് മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കാൻ ആർക്ക് കഴിയില്ല? നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ചെയ്യുന്നത് മഹാപാപമാണ്. മനുഷ്യൻ ദേവന്മാരോട് അലിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലേ? നമ്മളിപ്പോൾ സുബ്രഹ്മണ്യനോടായാലും അല്ലെങ്കിൽ ദേവേന്ദ്രനോടായാലും ആരോടായാലും കൃഷ്ണനോടായാലും ഒക്കെ നമ്മൾ ദൈവങ്ങളോട് നമ്മളോട് കരുണ കാണിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മളെ കൊന്ന് ചോര തരാൻ ഏതെങ്കിലും ദൈവം പറയുമോ? ശ്രീബുദ്ധൻ്റെ ചോദ്യം അതാണ്. നമ്മൾ ദേവന്മാരോട് കനിവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ചോര കുടിച്ചാലേ എനിക്ക് കനി ഉണ്ടാകൂ എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല. അതുപോലെ മൃഗങ്ങൾ ഈ മനുഷ്യരെ ദേവന്മാരെ പോലെ കാണുന്നു. നിങ്ങൾ അലിവ് കാട്ടണ്ടേ ഈ മൃഗങ്ങളോട്. തങ്ങളെ അറുക്കുന്ന കൈകളെപ്പോലും അവരെത്ര വിശ്വസിക്കുന്നു. നോക്കൂ, നിങ്ങൾ അവരെ അറുക്കുന്നു, ആ അറുക്കുന്നവന് പോലും അവർ കുടിക്കാൻ പാല് നൽകുന്നു.
പുതയ്ക്കാൻ രോമക്കുപ്പായം നൽകുന്നു. എന്നിട്ടും സാധു ജന്തുക്കളെ കൊന്ന് അവരുടെ മാംസം അഗ്നിയിൽ ഹോമിക്കുന്നു. ഇത് ശരിയാണോ? അവർ മിണ്ടാപ്രാണികളായതുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്? നോക്കൂ, നിങ്ങളൊരു പുലിയെ ഹോമിക്കാൻ തയ്യാറാകുമോ? അല്ലേ? അതൊരു ചോദ്യമാണ്, ഒന്നൊന്നര ചോദ്യമാണ്. ആരെങ്കിലും പറയുമോ പുലിയെ ഹോമിക്കാൻ? എന്തുകൊണ്ട്? പിടിക്കാൻ ചെന്നാലുണ്ടല്ലോ അവൻ നിങ്ങളെ ഹോമിക്കും, വയറ്റിനകത്ത് കിടന്ന് ഹോമകുണ്ടം നടത്തേണ്ടി വരും. അപ്പോൾ ഈ മിണ്ടാപ്രാണികൾ തിരിച്ചൊന്നും ചെയ്യത്തില്ല എന്നതുകൊണ്ടല്ലേ അവരെ ഹോമിക്കാൻ തോന്നുന്നത്, അല്ലേ? നിങ്ങൾക്ക് പശു ഇറച്ചി തിന്നാം, ആട്ടിറച്ചി തിന്നാന്നൊക്കെ തോന്നുന്നത് ആ മിണ്ടാപ്രാണികളായതുകൊണ്ടാണ്. പുലിയിറച്ചി തിന്നണം, സിംഹ ഇറച്ചി തിന്നണമെന്ന് നിങ്ങൾക്ക് തോന്നുവോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ തിരിച്ചാക്രമിക്കും. ഈ പാവങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഇതുകൊണ്ടൊരിക്കലും എന്ത് കിട്ടത്തില്ല? ആർക്കും ഒരു ദേവലോകവും കിട്ടത്തില്ല. നോക്കൂ, ഒരാൾ മരിച്ചാൽ അയാൾ ചിലപ്പോൾ പക്ഷിയായി ജനിക്കാം, ചിലപ്പം മൃഗമായി ജനിക്കാം, ചിലപ്പം മനുഷ്യനായി ജനിക്കാം. അതുകൊണ്ട് ഒരു ജീവന്റെ യാത്ര പൂർത്തിയാകുന്നതിന് മുമ്പ് കൊല്ലുന്നത് ക്രൂരമാണ്. അത് ദൈവീക കർമ്മമല്ല മഹാരാജാവേ. ആത്മാവിനെ ചോര കൊണ്ടല്ല ശുദ്ധി ചെയ്യുന്നത്. രാജാവിൻ്റെ പാപം തീർക്കുന്നത് മറ്റൊരു ജീവിയുടെ ചോര കൊണ്ടാകരുത്. ദേവന്മാർ നല്ലവരാണെങ്കിൽ അവർ ഒരിക്കലും രക്തത്തിൽ സന്തോഷിക്കില്ല. ബിംബിസാര മഹാരാജാവേ, അങ്ങൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങെന്തിനു വേണ്ടിയാണ് ഈ മൃഗങ്ങളെ കൊല്ലുന്നത്? ദേവന്മാരെ സന്തോഷിപ്പിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ദേവന്മാർ നല്ല മനസ്ഥിതിക്കാരാണെങ്കിൽ കൊലപാതകത്തിൽ സന്തോഷിക്കുമോ? ഇനി ഒരാൾ ദുഷ്ടനാണെങ്കിൽ അവരെ ലോകത്താർക്കെങ്കിലും പാട്ടിലാക്കാൻ പറ്റുമോ? ഒരു ദുഷ്ടനെ, ഹിറ്റ്ലറെ പാട്ടിലാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? സോപ്പിടാൻ പറ്റുമോ? അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ദേവന്മാർ നല്ലവരായാലും ശരി, മോശപ്പെട്ടവരായാലും ശരി, നിങ്ങൾക്ക് അവരെ പാട്ടിലാക്കാൻ കഴിയില്ല. പിന്നെയോ, അപ്പോൾ ബിംബിസാര മഹാരാജാവും അവിടെ കൂടെ നിന്നവരും എല്ലാം കാതു കൂർപ്പിച്ചു. നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവവും തയ്യാറാകത്തില്ല. പിന്നെയോ, നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നന്മ കിട്ടും, നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾക്ക് തിന്മ കിട്ടും. അവിടെ ദൈവത്തിന് റോളില്ല. ഒരുത്തൻ വെള്ളമടിച്ചുകൊണ്ട് കാർ ഓടിച്ചിട്ട് എന്നെ ദൈവം രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷിക്കും? അത് ചെയ്യരുത്. അവിടെ വരുന്ന ആപത്തിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്നാണ് വിതയ്ക്കുന്നത് കൊയ്യും എന്ന ബൈബിളിലെ വാചകം വന്നത്. അത് ആദ്യം പറഞ്ഞത് ബുദ്ധനാണ്. ബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ നന്മ ചെയ്താൽ നിനക്ക് നന്മ കിട്ടും, നീ തിന്മ ചെയ്താൽ നിനക്ക് തിന്മ കിട്ടും. ഇതാണ് അവർ വിതയ്ക്കുന്നത്, നമ്മൾ കൊയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെ, സകലതിലും ഒന്ന് തന്നെ. ഇത് മനസ്സിലാക്കാതാണ് മനുഷ്യൻ കിടന്ന് പരസ്പരം അടികൂടുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ലാതെ നിങ്ങൾ ഈ ജീവിയെ കൊന്നാൽ നിശ്ചയമായും അതിൻ്റെ ഫലം അനുഭവിക്കും, നിങ്ങളെ ആരും അനുഗ്രഹിക്കില്ല. അപ്പോൾ അവിടെ കൂടി നിന്ന പുരോഹിതർക്ക് കാര്യം മനസ്സിലായി. അവർ വാളുകൾ താഴത്തിട്ടു. ബിംബിസാര മഹാരാജാവ് തൊഴുകയുമായി വന്നു. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, ഈ ഭൂമി എത്ര നന്നാകുമായിരുന്നു, ഇവിടെയുള്ള സകല ജീവജാലങ്ങളും സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നു എങ്കിൽ. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി ദൈവന്താ കായ്കൾ തന്നിരിക്കുന്നു, തെളിനീരുറവകൾ തന്നിരിക്കുന്നു, സസ്യജാലങ്ങൾ തന്നിരിക്കുന്നു. നിങ്ങൾ അത് ഭക്ഷിച്ച് ജീവിക്കൂ. രക്തം പുരളാത്ത ഭക്ഷണമാണെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരം, ഇവിടെ ചോര ഒഴുകത്തില്ല. ദൈവം നമുക്ക് എന്തെല്ലാം തന്നിരിക്കുന്നു. മധുരമൂറുന്ന മാമ്പഴം തന്നിരിക്കുന്നു, തക്കാളി, വെണ്ടയ്ക്ക, എന്തൊക്കെ തന്നിരിക്കുന്നു. എന്നിട്ടും മനുഷ്യ, നീ നിന്റെ വയറ് നിറയ്ക്കാൻ ക്രൂരമായി മൃഗങ്ങളെ കൊല്ലുന്നു. തീർച്ചയല്ലേ അതിൻ്റെ ഫലം ആരനുഭവിച്ചിരിക്കും? നീ അനുഭവിച്ചിരിക്കും. അപ്പോൾ ചോദിക്കും, സസ്യങ്ങളെയോ മാങ്ങ അറുത്ത് തിന്നുന്നത് കൊല്ലപ്പല്ലേ? അല്ല, അത് നഖം വെട്ടുന്നത് പോലെയാണ്. വളർന്നു വരുന്ന നഖം വെട്ടുന്നത് കൊണ്ട് നമ്മൾ ഇല്ലാതാകത്തില്ല. നഖം വെട്ടുമ്പോൾ ഒരിക്കലും വേദനിക്കത്തതുമില്ല.
ബുദ്ധന്റെ വചനങ്ങൾ കേട്ടതോടുകൂടി എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റു. അവരാ യജ്ഞവേദി തട്ടിത്തകർത്തു. യജ്ഞ പശുവിനെയും ആടിനെയും കൊല്ലാൻ ഉയർത്തിയ വാളുകൾ അവർ ദൂരെ എറിഞ്ഞു. അവിടെ കൂടിയിരുന്നവരെല്ലാം രാജാവിനെ പോലും മറന്നുകൊണ്ട് ശ്രീബുദ്ധന്റെ വാക്കുകൾ കേട്ട് ഹോമാഗ്നിയിൽ വെള്ളമൊഴിച്ചു. അവിടെ ഇരുന്നവരെല്ലാം യജ്ഞപ്പന്തൽ തള്ളി നിലത്തിട്ടു. ഒരു വലിയ മാറ്റം തുടങ്ങുകയായിരുന്നു. മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ച മനുഷ്യനാണ് ശ്രീബുദ്ധൻ. ഒരു മഹത്തായ വിപ്ലവം ശാന്തമായി നടത്തിയ വിപ്ലവകാരിയാണ് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ വെല്ലുവിളിച്ച് രാജാവിൻ്റെ യാഗപ്പശുവിനെ അഴിച്ചു വിട്ടിട്ട് യാഗം നടത്താൻ വന്നവരെ കൊണ്ട് ഹോമാഗ്നി വെള്ളമൊഴിച്ച് അണയ്ക്കുകയും അതുമാത്രവുമല്ല യജ്ഞപ്പന്തൽ തള്ളി താഴെയിടുകയും ചെയ്യിപ്പിച്ച മഹാനായ ശാന്തനായ വിപ്ലവകാരിയായിരുന്നു. അതോടുകൂടി ബിംബിസാരൻ ആ പുതിയ വിളംബരം പുറപ്പെടുവിച്ചു. അതായത് മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയ ദൈവമെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീബുദ്ധനായിരുന്നു. ശ്രീബുദ്ധനാണ് ആദ്യമായി ശബ്ദമുയർത്തിയത്. കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ കാലികളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ കാലിയുടെ രൂപത്തിൽ വന്ന അസുരനെ കൊന്നു. അതിൻ്റെ പേരിൽ രാധയുമായി പിണങ്ങുന്നതും കണ്ടു. പിന്നെ മൃഗങ്ങളെ കൊല്ലരുതെന്നൊരു വലിയ സന്ദേശം കൃഷ്ണൻ കൊടുത്തിട്ടുമില്ല. മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ആദ്യമായി വാദിച്ച ആളായിരുന്നു ആരെന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീബുദ്ധൻ. അപ്പോൾ ബിംബിസാരൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. യജ്ഞത്തിന് വേണ്ടി ഇന്നു മുതൽ ആരും പ്രാണിഹിംസ ചെയ്യാൻ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരാചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള പൂജ നാം നിരോധിച്ചിരിക്കുന്നു. അറിവ് നേടുക, അതാണ് ജീവിതം. ദയയുള്ളവനെ ദയ കിട്ടൂ. ബിംബിസാരന്റെ വിളംബരം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും നാൽക്കവലകളിലുമെല്ലാം ആ രാജഭടന്മാര് വിളംബരം ചെയ്തു. അങ്ങനെ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ഭൂമി മലയാളത്തിലെ ആദ്യത്തെ ആളായിട്ട് ബുദ്ധൻ മാറുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യവും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധൻ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഈ ജന്മത്ത് മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തും, കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള ബുദ്ധന്റെ ഒരു ജന്മത്തും ബുദ്ധൻ മിണ്ടാപ്രാണികളോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ സംഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനു മുമ്പ് ഒരു ജന്മത്തില് ദാലിദ്ധ എന്ന് പറയുന്ന ഗ്രാമം, ഇതിനു മുമ്പ് ശ്രീബുദ്ധന്റെ ഒരു ജന്മത്തില് ദാലിദ്ധ എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപം മുണ്ഡം എന്ന് പറഞ്ഞൊരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയുടെ മുകളിലായിരുന്നു ബുദ്ധൻ ഒരു ബ്രാഹ്മണനായി ജന്മമെടുത്തത്. അങ്ങനെ ബ്രാഹ്മണനായി ജന്മമെടുത്ത് ബുദ്ധൻ അവിടെ ജീവിക്കുകയാണ്. ആ സമയത്ത് നാട് മുഴുവൻ ഒരു വലിയ വരൾച്ച ഉണ്ടായി. അപ്പോൾ നീരുറവകളെല്ലാം വറ്റി, നെൽവയലുകളെല്ലാം കരിഞ്ഞുണങ്ങി, കുളങ്ങളിലെ വെള്ളങ്ങളെല്ലാം പറ്റി, കായലുകളിലെ വെള്ളങ്ങൾ പറ്റി, നദികളിലെ വെള്ളങ്ങൾ പറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? ജീവജാലങ്ങൾക്ക് കുടിക്കാൻ പോലും ജലം കിട്ടുന്നില്ല. അങ്ങനെ വരണ്ട നീർച്ചാലിൻ്റെ അടുത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ആ സമയത്ത് പട്ടിണിക്കാരിയായ ഒരു പെൺപുലി കിടപ്പുണ്ടായിരുന്നു. അവൾ പ്രസവിച്ച പെൺപുലിയാണ്. അവൾക്ക് മക്കളുമുണ്ട്. പക്ഷേ ഈ കൊടും വരൾച്ചയിൽപ്പെട്ട് ആഹാരങ്ങളൊന്നും കിട്ടാതെ അവൾ ശോഷിച്ച് നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. വിശന്ന് തളർന്ന് കിടക്കുകയാണ്. ആ പെൺപുലിയുടെ കവിളുകളൊക്കെ ചുളിഞ്ഞു, എല്ലും തോലുമായി. ആ പുലിയുടെ കുട്ടികളാകട്ടെ അവളുടെ ചുളുങ്ങിയ മുലക്കാമ്പുകൾ വലിച്ചു കുടിക്കുന്നു. പക്ഷേ പാല് വരുന്നില്ല, പാല് ചുരക്കുന്നില്ല. അതിൻ്റെ അസ്വസ്ഥത പുലിക്കുട്ടികൾ പ്രകടിപ്പിക്കുന്നു. പക്ഷെ പാല് ചുരത്താൻ കഴിയാതെ, മക്കൾക്കൊന്നും കൊടുക്കാൻ കഴിയാതെ നിസ്സഹായയായിട്ട് ആ പുലി കിടക്കുകയാണ്. അപ്പോഴാണ് ബുദ്ധന്റെ അവതാരമായ ബ്രാഹ്മണൻ അതുവഴി വന്നത്. അപ്പോൾ ബുദ്ധൻ ഈ പുലിയെ കണ്ടു.
ഈ പുലിക്കുട്ടികളെയും കണ്ടു. ബുദ്ധന് വല്ലാത്ത ദയയും സഹതാപവും സങ്കടവും ഒക്കെ തോന്നി. അപ്പൊ ബുദ്ധൻ ഒരു വലിയ സത്യം മനസ്സിലാക്കുകയാണ്. ഈ പുലിക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഈ പുലി മരിച്ചു പോകും. ചോരയും മാംസവും കിട്ടാഞ്ഞിട്ടാണ് ഇത് മെലിഞ്ഞത്. ഈ പുലി മരിച്ചാൽ ഈ പുലിക്കുട്ടികൾക്ക് പിന്നെ ആരാണുള്ളത്? ഈ പുലിയോട് ആരെങ്കിലും ദയ കാണിക്കണം. ദയ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവക്ക് ആഹാരം കിട്ടണം. അതാരാണ് കാണിക്കുന്നത്? അതെനിക്ക് മാത്രമേ കഴിയൂ. എനിക്ക് മാത്രമേ ഈ പുലിയോട് ദയ കാണിക്കാൻ പറയൂ. ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഈ പുലിയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ ഈ പുലി മരിച്ചു പോകും. ആ കുഞ്ഞുങ്ങൾ ആ മരിച്ചു കിടക്കുന്ന പുലിയുടെ അടുത്തിരുന്ന് കരയുന്ന രംഗം ബുദ്ധനെന്ന് ആലോചിച്ചു. അപ്പൊ ബുദ്ധൻ വിചാരിച്ചു, ഇല്ല, ഞാൻ അവരോട് ദയ കാണിക്കണം, ഞാൻ അവരോട് ദയ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ബുദ്ധൻ തൻ്റെ ചെരുപ്പൂരി മാറ്റി, തൻ്റെ പൂണൂലഴിച്ചു മാറ്റി വെച്ചു, തൻ്റെ തലപ്പാവും ഉടുപ്പും എല്ലാം അഴിച്ചു വെച്ചു. എന്നിട്ട് ആ മണലിൽ പാലമരക്കൂട്ടത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു. അടുത്ത് വന്ന് നിന്നിട്ട് ബുദ്ധൻ വിചാരിച്ചു, അതെ, ഈ പുലിയുടെ വിശപ്പ് ഇന്ന് മാറണം. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണം, അല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. പുലിയുടെ നോക്കിക്കൊണ്ട്, പുലിക്ക് കാണത്തക്കവണ്ണം നിന്നുകൊണ്ട് സാക്ഷാൽ ബുദ്ധന്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ ബ്രാഹ്മണനായ ബുദ്ധൻ പറഞ്ഞു, ഏ മാതാവേ, ഇതാ നിങ്ങൾക്ക് ഭക്ഷണം, എന്നെ നിങ്ങൾക്ക് ആവോളം ഭക്ഷിക്കാം. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പുലി നോക്കി. പുലി അമ്പരന്നു പോയി. ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും പുലിയെ നോക്കിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, മാതാവേ സ്വാഗതം, മാതാവേ സ്വാഗതം, വരൂ, വന്നെന്നെ കൊന്നു തിന്നു, ഭക്ഷിക്കൂ. പുലി, മാതാവേ അവിടുത്തെ വിശപ്പടക്കൂ, അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടും. അങ്ങനെ പുലിമാതാവേ, അങ്ങും അങ്ങയുടെ കുഞ്ഞും രക്ഷപ്പെടട്ടെ. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പതുക്കെ മുല കുടിച്ചിരുന്ന കുട്ടികളെ വിട്ടിട്ട് ഒരൊറ്റ കുതിപ്പാണ് പുലി. കുതിച്ചു ബുദ്ധന്റെ നേർ ഓടി വന്ന് കുതിച്ചു ചാടി ബുദ്ധനെ തള്ളി താഴെയിട്ടു. എന്നിട്ട് അതിൻ്റെ നഖങ്ങൾ കുത്തിയിറക്കി ദംഷ്ട്രങ്ങൾ കൊണ്ട് ബുദ്ധന്റെ ശരീരം കാടിച്ച് കീറി കറുമുറ തിന്നാൻ തുടങ്ങി. ബുദ്ധന്റെ ശരീരം ഒന്നൊന്നായി ഭക്ഷിച്ചു. ബുദ്ധന്റെ എല്ലുകൾ ഒടിയാൻ തുടങ്ങി. ഒടിഞ്ഞ എല്ലുകൾ സ്വാദോടുകൂടി പുലി കടിച്ചു തിന്നു. ഒടുവിൽ മതിയായി വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞപ്പോൾ അവൻ ശ്രീബുദ്ധന്റെ രക്തം നക്കി കുടിച്ചു. എന്നിട്ട് ആ രക്തത്തിനകത്ത് തൻ്റെ നഖങ്ങൾ മുക്കി കലക്കി കളിക്കാൻ തുടങ്ങി. അവന് വിശപ്പ് തീർന്ന പുലി പാല് ചുരത്തി. പുലിക്കുട്ടികൾ വന്ന് പാല് കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ബുദ്ധന്റെ ഒരു പൂർവജന്മത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബുദ്ധന്റെ കാരുണ്യം ഈ ജന്മം മാത്രമല്ല, പൊയ്പോയ ജന്മങ്ങളിൽ നിന്ന് വന്നതാണ്. അത്രയ്ക്ക് കാരുണ്യം, പുലിയോട് കാരുണ്യം വന്നു. അപ്പോൾ പിന്നെ ഒരാട്ടിനോട് പിന്നെ ഇങ്ങനെ കൊല്ലാൻ പോയാൽ ബുദ്ധൻ സഹിക്കുമോ? അതാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഈ സമയത്ത് ബിംബിസാര മഹാരാജാവ് ബുദ്ധനോട് പറഞ്ഞു, അല്ലയോ തപോനിധേ, അങ്ങ് പട്ടണത്തിൽ തന്നെ താമസിക്കണം. താപസ്വ, രാജത്വമുള്ള അങ്ങേക്ക് ഈ തപസ് പറ്റിയതല്ല, ഈ വേഷം അങ്ങേക്ക് പറ്റിയതല്ല. അങ്ങയുടെ ഈ കൈകൾ ചെങ്കോലേന്താനുള്ളതാണ്. ആ കയ്യിൽ ഭിക്ഷാപാത്രം ചേരില്ല. എനിക്ക് മക്കളില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതുവരെ ഇവിടെ താമസിച്ച് ഇവിടെ ഉള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുകയും ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ രാജ്യം അങ്ങ് ഭരിക്കുകയും വേണം.
ഈ രാജ്യത്തെ രാജകുമാരൻ അങ്ങായിരിക്കും. അതുകൊണ്ട് ഈ ബിംബിസാരൻ അപേക്ഷിക്കുകയാണ്, വിട്ടിട്ട് പോകല്ലേ, എൻ്റെ രാജ്യം അനാഥമാക്കല്ലേ. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, നോക്കൂ മഹാരാജാവേ, അങ്ങീ പറഞ്ഞ രാജകീയ സൗകര്യങ്ങളെല്ലാം എനിക്കുമുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ഞാനും കൊട്ടാരം വിട്ടിറങ്ങി വന്നതാണ്. ബിംബിസാര മഹാരാജാവേ, ഒന്ന് മനസ്സിലാക്കുക, ഇന്ദ്രപദവി തരാമെന്ന് പറഞ്ഞാലും ദേവലോകത്തെ സുന്ദരിമാരെന്നെ ആശിച്ചു വിളിച്ചാലും എനിക്ക് വേണ്ട. ഞാൻ സത്യാന്വേഷണം നടത്തുകയാണ്, അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഞാൻ ഗയയിലേക്ക് പോവുകയാണ് രാജാവേ. അവിടുത്തെ കാട്ടിലെ വിജന പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഞാൻ തേടിയിറങ്ങിയ അറിവ് എനിക്ക് അവിടെ നിന്ന് കിട്ടും. രാജാവേ, ഈ രത്നഗിരിയിലെ ഋഷിമാരിൽ നിന്ന് എനിക്കൊന്നും കിട്ടില്ല. കാരണം അവർ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ആശ്രയിക്കുകയാണ്. അവർ പാണ്ഡിത്യ കസർത്താണ് നടത്തുന്നത്. പാണ്ഡിത്യ കസർത്ത് നടത്തുന്നത് കൊണ്ട് ഒന്നും കിട്ടില്ല. ആത്മപീഠയിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇരുട്ട വെളുക്ക വ്രതമെടുത്ത് ശരീരം പീഡിപ്പിച്ച് ആത്മപീഠയിൽ ആനന്ദം കണ്ടെത്തുന്നു. ഞാനിത് നിങ്ങളോട് പലപ്പോഴും പറയുന്നതാണ്. നിങ്ങൾക്ക് പാണ്ഡിത്യം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തർക്കബുദ്ധി തുടങ്ങും. കണ്ടിട്ടില്ലേ? ഇപ്പം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇരുട്ട വെളുക്ക ഏതോ സ്വാമിജി പറഞ്ഞു, ഏതോ ഗുരുജി പറഞ്ഞു എന്നും പറഞ്ഞ് ഓരോ മെസ്സേജാണ്. നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? എടീ, സ്വാമിജിയും ഗുരുവും പറയുന്ന കേൾക്കാൻ നിങ്ങൾ എന്തിനാ പോകുന്നത്? ഇവരൊക്കെയാണ് വഴിതെറ്റിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനും മറ്റു ദൈവങ്ങളും പറഞ്ഞത് നമ്മുടെ ബുക്കിനകത്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ പോരെ. എന്നിട്ടോ തർക്കം തുടങ്ങും. ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ചോദിക്കും, ആരാണ് ബ്രാഹ്മണൻ? എന്താണ് ബ്രാഹ്മണൻ? ബ്രഹ്മമറിഞ്ഞവൻ ബ്രാഹ്മണൻ. ഇവരൊരിക്കലും നേരായ വഴിയിലല്ല സഞ്ചരിക്കുന്നത്. അവർക്ക് തർക്കബുദ്ധി, പാണ്ഡിത്യ കസർത്ത് അവർ നടത്തുകയാണ്. ഇതാ ബുദ്ധൻ പറഞ്ഞത്. നിങ്ങൾ വേദങ്ങൾ വായിക്കല്ലേ, ഉപനിഷത്തുകളും ഒന്നും വേണ്ട. അതോടുകൂടി നിങ്ങൾക്ക് പാണ്ഡിത്യം വരും. നിങ്ങളുടെ അറിവ് എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം എന്ന ഒരു ചിന്ത വരും. അതിലൂടെ നിങ്ങൾ വഴിതെറ്റും. രാജാവേ, ഞാനിപ്പോൾ പോകട്ടെ. എനിക്ക് ജ്ഞാനോദയം കിട്ടിയാൽ ഞാൻ വരും. അങ്ങ് എനിക്കിപ്പോൾ പകർന്നു തന്ന ഈ സ്നേഹത്തിൻ്റെ കടം വീട്ടാൻ ഞാൻ വരും. ഇത്രയും പറഞ്ഞിട്ട് ബിംബിസാര മഹാരാജാവ് ശ്രീബുദ്ധന് ചുറ്റും 3 വലത്ത് വെച്ചു. എന്നിട്ട് ശ്രീബുദ്ധൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ശരിക്കും ഞാൻ ബുദ്ധൻ എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും സിദ്ധാർത്ഥനാണ്. ജ്ഞാനോദയം കുട്ടിക്കഴിയുമ്പോഴാണ് ബുദ്ധൻ. എന്നിട്ട് സിദ്ധാർത്ഥൻ കാൽനടയായി യാത്രയായി. സിദ്ധാർത്ഥൻ രത്നഗിരിയിൽ നിന്ന് ഉരവിൽ വയൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. ഉരവിൽ വയൽ കാൽനടയായി നടന്ന് ഉരവിൽ വയലിലേക്ക് സിദ്ധാർത്ഥനെത്തി. അവിടെ ഉബ്രനലാരൻ എന്ന് പറയുന്ന ഒരു ഋഷിയും വേറെ 5 മഹർഷിമാരും സിദ്ധാർത്ഥനെ നിർബന്ധപൂർവം അവിടെ താമസിപ്പിച്ചു. അവർ പറഞ്ഞു, വേദങ്ങളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. ഏറ്റവും വലിയ സത്യം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ബുദ്ധൻ പറഞ്ഞു, അല്ല, ബ്രഹ്മത്തിനും അപ്പുറം എന്തോ ഉണ്ട്. അത് ഞാൻ കണ്ടിട്ട് വരും. അതേ, ബ്രഹ്മത്തിനപ്പുറം ഉണ്ട്. അതാണ് ധർമ്മപദം, വെള്ളിയാഴ്ച ഇറങ്ങുന്ന ധർമ്മപദം. ബ്രഹ്മത്തിനും അപ്പുറം ഒരെണ്ണം ഉണ്ട്. അത് കാണണം. നമ്മൾ പറയുന്നത് അങ്ങനല്ല, ബ്രഹ്മമാണ് ദൈവം, ബ്രഹ്മം സത്യം. ബുദ്ധൻ പറഞ്ഞു ബ്രഹ്മത്തിനും അപ്പുറം ഉണ്ട്. അതാ ബുദ്ധൻ പറഞ്ഞ, നിങ്ങൾ വേദങ്ങളിൽ വിശ്വസിക്കല്ലേ, വേദങ്ങളിലും ഉപനിഷത്തിലും വിശ്വസിച്ചാൽ എവിടം വരെ നിങ്ങൾ ചെന്നെത്തത്തോളൂ? ബ്രഹ്മം വരെ. അതിനപ്പുറം ഒന്നുണ്ട്. അത് ബുദ്ധൻ കണ്ടത് എന്താണെന്ന് ധർമ്മപദത്തിലുണ്ട്. അത് ഞാൻ വെള്ളിയാഴ്ച വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സിദ്ധാർത്ഥൻ അവരെ വിട്ടിട്ട് ഇറങ്ങി നടന്നു. അങ്ങനെ നടന്ന് ഗയയിലുള്ള സേനാനി എന്ന പേരുള്ള ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അത് ആട്ടിടയന്മാരുടെ ഗ്രാമമാണ്. അപ്പോൾ ബുദ്ധൻ വിചാരിച്ചു, ഈ സ്ഥലം കൊള്ളാം, ഇവിടെ കുറച്ചു നാൾ കഴിയാം. ബുദ്ധൻ അവിടുത്തെ കാടുകളിൽ അലഞ്ഞു.
അവിടുത്തെ ആട്ടിടയന്മാരുമായി സംസാരിച്ചു, അവരുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ ബുദ്ധൻ വിചാരിച്ചു, മനുഷ്യൻ്റെ ദുഃഖത്തിന് ഒരു അറുതി വരുത്തണം. ബുദ്ധൻ നിതാന്തമായ ധ്യാനം തുടങ്ങി, അത്യധികമായ ധ്യാനം തുടങ്ങി. ഒരേ ഇരിപ്പ്. ബുദ്ധൻ പറഞ്ഞു, സത്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഉണരൂ, സത്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ആഹാരം കഴിക്കൂ. ഉഗ്രമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ഓരോന്നായിട്ട് കഴിഞ്ഞു പോവുകയാണ്. ശ്രീബുദ്ധൻ കുടിവെള്ളം പോലുമില്ല. യഥാർത്ഥ ലോകം, യഥാർത്ഥ സത്യം, ബ്രഹ്മത്തിനപ്പുറമുള്ള സത്യം, അത് കണ്ടെത്തണം. അത് കണ്ടെത്താതെ ഞാൻ ഇനി ഇവിടുന്ന് എഴുന്നേക്കില്ല എന്ന ഉഗ്ര ശബ്ദത്തിലാണ് ഇരിക്കുന്നത്. ബുദ്ധന്റെ ശരീരം ശോഷിച്ചു, ശരീരം മെലിഞ്ഞു, ഒരു മാംസപിണ്ഡമായി മാറി. ഒടുവിൽ ആ ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു ഉത്തരവും കിട്ടിയില്ല, ഒരറിവും കിട്ടിയില്ല. ബുദ്ധൻ ബോധമറ്റ് നിലത്ത് വീണു. ബുദ്ധന് ശ്വാസം തീരെ നിലച്ച അവസ്ഥയിലായി. ശരീരം വിളറി, ശരീരത്തിൻ്റെ ചലനം നിലച്ചു. മരിച്ചവനെ പോലെ ബുദ്ധൻ കിടന്നു. നേരിയ ഒരനക്കം മാത്രം. ഏത് നിമിഷവും ജീവാപായം സംഭവിക്കാൻ. കാരണം ദിവസങ്ങളായി ഒന്നും കഴിച്ചിട്ടില്ല. ചെറിയ ഒരു മിടിപ്പ്. ഏത് നിമിഷം വേണമെങ്കിലും ശ്രീബുദ്ധന്റെ ജീവിതം പോകാം. അതും കാട്ടിനുള്ളിൽ. ആരും ശ്രദ്ധിക്കാനില്ലാത്ത കാട്ടിനുള്ളിലാണ് ബുദ്ധൻ കിടക്കുന്നത്. ഒരുത്തരും അതുവഴി വരുന്നതുമില്ല, ആരും അതുവഴി അങ്ങനെ പോകാറുമില്ല. കാരണം ധ്യാനിക്കാൻ എപ്പോഴും ഏകാന്തമായ സ്ഥലം വേണം. ആ ഏകാന്ത സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. പട്ടിണി കിടന്ന് ബുദ്ധൻ ഇതാ ബോധമറ്റ് നിലംപതിച്ചിരിക്കുന്നു. ശ്വാസം നിൽക്കാറായി. ഏത് സമയത്തും അന്ത്യശ്വാസം വലിക്കാം. അവിടെ രക്ഷിക്കാൻ വരാൻ പോലും ആരുമില്ല. ഇനി എന്ത്? അടുത്ത ബുധനാഴ്ച ഞാൻ ബുദ്ധഭഗവാനും കൃഷ്ണനും രാധാജിയും അനുഗ്രഹിച്ചാൽ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.